സിനോജ് തോമസ് ആണ് സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ എറണാകുളം കാക്കനാട് നിന്നാണ് ഒരു വാർത്ത വരുന്നത്. അത്താണിയിൽ 1ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്ന് മൂർഖൻ പാമ്പിനെ കണ്ടതിന്റെ ഞെട്ടലിലാണ് കുടുംബം. വ്യവസായിയായ അബ്ദുൾ അസീസിന്റെ മകന്റെ ബാഗിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. തോളിലിട്ടപ്പോൾ ഭാരം തോന്നിയതിനെ തുടർന്ന് ബാഗിന്റെ സിപ്പ് തുറന്നപ്പോഴായിരുന്നു ഞെട്ടിക്കുന്ന കാഴ്ച. ഒന്നാം ക്ലാസ്സുകാരൻ്റെ ബാഗിൽ നിന്ന് മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത് ആ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല അബ്ദുൾ അസീസിൻ്റെ കുടുംബത്തിന്. അബ്ദുൾ അസീസിൻ്റെ മകൻ്റെ ബാഗിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ കണ്ടെത്തുന്നത്. ഇത് എവിടെ നിന്നാണ് കയറിയത് വല്ല പിടുത്തമുണ്ടോ? ഇതാണ് ഈ ബാഗിനകത്ത് കയറിയത്. ഞങ്ങൾക്ക് ആർക്കും ശരിക്കൊരു അറിവില്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇന്നലെ രാവിലെ 11:30 കൂടിയാണ് നമ്മളിത് ഇങ്ങനെ കാണുന്നത്. സാധാരണ ബാഗ് കൊണ്ടുവന്ന മേശയുടെ മേളിൽ വയ്ക്കലുണ്ട്. അപ്പോൾ ഇന്നലെ ഇത് താഴെ ഇരിക്കുകയായിരുന്നു. താഴെ ഇരുന്നപ്പോൾ ഈ സെർവൻറ്റ് പുള്ളിക്കാരത്തി അത് ക്ലീൻ തുടയ്ക്കുന്ന സമയത്ത് വന്നപ്പോൾ ഈ ബാഗ് താഴെ ഇരിക്കേണ്ട എടുത്ത് ശരിക്കും തോളയിലിടുക ചെയ്തത്. സെർവൻ്റ് എടുത്ത് തോളയിലിട്ടപ്പോൾ ഇവൻ്റെ ബാഗിന് സാധാരണ രീതിയിലുള്ളതിനേക്കാൾ ഭയങ്കര ഭാരം തോന്നിയപ്പോൾ പുള്ളി ബാഗ് എടുത്തിട്ട് സിബ് അഴിച്ചിട്ട് അതിനകത്ത് ഒരു പോക്കറ്റിൽ കൈയിട്ടപ്പോഴാണ് ഈ സാധനം നല്ല ചീറ്റിലോട്ട് ചീറ്റി തല പുറത്തേക്ക് ഇട്ട് വന്നതാണ്. അങ്ങനെ പേടിച്ച് പെട്ടെന്ന് അവിടെ ഇട്ട് പിന്നെ ആളെ വിളിച്ചു കൂട്ടി. അപ്പോൾ ഇത്രയും വലുതായിരിക്കുമെന്ന് അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലുത് ഈ അടുത്ത കാലത്തൊക്കെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പോൾ പിന്നെ ഞാൻ റഷീദ് എന്ന് പറയുന്ന ഇളമക്കരയിൽ അവിടെ നിന്ന് റെസ്ക്യൂവിൻ്റെ ആളെ ഞാൻ ഫോൺ വിളിച്ച് പിന്നെ പുള്ളി വന്നാണ് അതിനെ റെസ്ക്യൂ ചെയ്തത്. എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയെന്നും ഒരു രൂപമില്ല. വളരെ വലിയൊരു അപകടത്തിൽ നിന്നാണ് സത്യത്തിൽ രക്ഷപ്പെട്ടത്. ഇതിപ്പോൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നേ? ബാഗ് എവിടെ വെച്ചിരുന്നേ? അവിടെ അടിയിലാണ് വെച്ചേ. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പം വെയിറ്റ് തോന്നിയില്ലേ? അല്ലേ ഭാരം ഉണ്ടായിരുന്നില്ലേ? देखा है जास्ती वेट है. बाद में हम बैग कैसा लिया खाना. बाद में मामू को बैग में क्या इतना सामान है जास्ती वेट. बाद में ऐसा देखा पाम. बाद में बापी को मिलती. बापी को मामू को बैग ले पाम को आई. ഈ ബാഗ് ഇങ്ങോട്ട് ടേബിളിലേക്ക് ഇട്ടപ്പോൾ തന്നെ പാമ്പ് എന്നാണ് പറഞ്ഞ്. പാമ്പില്ല രീതിക്ക് തോന്നിയതായിരിക്കും അങ്ങനെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കണം നല്ലതാണ്. ഇങ്ങനെയുള്ള സമയത്ത് വാതിലുകളൊക്കെ ഒന്ന് അടച്ചിടാനും ശ്രദ്ധിക്കുക. ഇനി വേനൽക്കാലമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാഗ്രത വച്ച് പുലർത്തേണ്ടതുണ്ട്. ഷൂസും ബാഗും ഒക്കെ എടുക്കുമ്പോൾ വലിയ ജാഗ്രത വേണമെന്നുള്ളതാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ എസ് ശരൺ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.